Dear students, നമ്മൾ കഴിഞ്ഞൊരു വീഡിയോകളിൽ ഫെറസ് മെറ്റൽസ് എന്ന ടോപ്പിക്കാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നോൺ ഫെറസ് മെറ്റൽസ് എന്ന ടോപ്പിക്കാണ്. ഓക്കെ, വർക്ക്ഷോപ്പ് ടെക്നോളജി ശേഷം വരുന്ന മെറ്റീരിയൽ ടെക്നോളജിയുടെ ഭാഗമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നോൺ ഫെറസ് മെറ്റൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് പോയിൻറ്റ്സ് നോക്കാം. അതിൽ ഫസ്റ്റ് നോക്കാം, മെറ്റൽസ് മേക്കപ്പ് ദ ലാർജസ്റ്റ് ക്ലാസ് ഓഫ് കെമിക്കൽ എലമെൻറ്റ്സ് ഇൻ ദ പീരിയോഡിക് ടേബിൾ. ഓക്കെ, മെറ്റൽസ് ആണ് ഒരു പീരിയോഡിക് ടേബിളിൽ ഏറ്റവും കൂടുതൽ എന്താണ് മെറ്റൽസ് ആണുള്ളത്, അതാണ് പറയുന്നത്. അതിൽ പറയുന്നുണ്ട് അപ്രോക്സിമേറ്റ്ലി 3/4 ഓഫ് എലമെൻറ്റ്സ് ആർ മെറ്റൽ. ഏകദേശം 3/4 ഭാഗം എന്താണ്, അല്ലെങ്കിൽ ഒരു 3/4 എലമെൻറ്റ്സ് എന്താണ് മെറ്റൽസ് ആണെന്ന് പറയുന്നുണ്ട്. അതിൽ ഈ ഒരു പോയിന്റ് നോക്കുക, മോസ്റ്റ് മെറ്റൽസ് ആർ സിൽവർ ഇൻ കളർ. കൂടുതൽ മെറ്റലുകളും ഒരു സിൽവർ ടൈപ്പ് കളറിലാണ് ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ ലാസ്റ്റ് പോയിന്റ് നോക്കിക്കഴിഞ്ഞാൽ മോസ്റ്റ് മെറ്റൽസ് ആർ ആൾസോ മാലിയബിൾ ആണ്. മാലിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹാമർ ഉപയോഗിച്ച് അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഷേപ്പിൽ ചേഞ്ചസ് വരുത്താൻ പറ്റും. അതുപോലെ തന്നെ ഡക്റ്റൈലാണ്. ഡക്റ്റൈൽ എന്ന് പറഞ്ഞാൽ നമുക്ക് അടിച്ചു പരത്തിയിട്ട് ഒരു വയറിൻ്റെ രൂപത്തിലേക്ക് വലിച്ചു നീട്ടാൻ സാധിക്കും. അതിനാണ് ഡക്റ്റൈൽ എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഈ രണ്ട് പ്രോപ്പർട്ടീസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ മെറ്റൽസിനുണ്ടായിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രോപ്പർട്ടിയാണ് ഗുഡ് കണ്ടക്ടേഴ്സ്. അതായത് കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടക്ടേഴ്സും ഉണ്ട്, ഇൻസുലേറ്റേഴ്സും ഉണ്ട്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇപ്പോൾ കറണ്ട് കടത്തി വിടുന്നതിനൊക്കെ നമ്മൾ കണ്ടക്ടേഴ്സ് എന്നാണ് പറയുക. കറണ്ടിനെ കടത്തി വിടാത്തതിനെ നമ്മൾ എന്ത് പറയും? ഇൻസുലേറ്റേഴ്സ് എന്ന് പറയും. മെറ്റൽസ് നമുക്കറിയാം, മെറ്റൽസ് ഒക്കെ എന്തായിരിക്കും? നല്ല ഗുഡ് കണ്ടക്ടേഴ്സ് ആയിരിക്കും. അതുപോലെ തന്നെ എന്താണ്, കറണ്ടിനെ മാത്രമല്ല, ഇലക്ട്രിസിറ്റിനെ മാത്രമല്ല, ഹീറ്റ്, ചൂടിനെയും നല്ല രീതിയിൽ എന്ത് ചെയ്യും? മെറ്റൽസ് കണ്ടക്ട് ചെയ്യും അല്ലേ? നമുക്കറിയാം, നമ്മളൊരു സ്റ്റീലിൻ്റെ ഗ്ലാസ്സിൽ നല്ല ചൂടുള്ള ചായ അല്ലെങ്കിൽ ചൂടുള്ള വെള്ളം എടുത്തു കഴിഞ്ഞാൽ ആ ചൂട് പെട്ടെന്ന് അത് കടത്തി വിട്ടപ്പോൾ നമ്മളത് പെട്ടെന്ന് കൈയായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ അതിലൊരു ഹീറ്റ് നമ്മുടെ കയ്യിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ ഗുഡ് കണ്ടക്ടേഴ്സാണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെറ്റലിനെ നമുക്ക് ഫെറസ് എന്നും നോൺ ഫെറസ് എന്നും തരംതിരിക്കാം. അതുപോലെ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഫെറസ് മെറ്റൽസിനെ കുറിച്ചാണ് പറഞ്ഞത്. അതിൽ കാസ്റ്റ് അയണിനെ കുറിച്ചും അതുപോലെ തന്നെ സ്റ്റീലിനെ കുറിച്ചെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഒന്നും കൂടി നോക്കാം. ഫെറസ് മെറ്റൽസ് ആൾ ഹാവ് ദ സെർട്ടൈൻ പ്രോപ്പർട്ടി. ഫെറസ് മെറ്റൽസിന് താഴെ പറയുന്ന പ്രോപ്പർട്ടികൾ ഉണ്ടാവും എന്നാണ് പറയുന്നത്. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ദേ കണ്ടെയ്ൻ അയൺ. ഫെറസ് മെറ്റൽസിൽ എന്തുണ്ടായിരിക്കും? അയണിൻ്റെ അളവുണ്ടായിരിക്കും അല്ലേ? ഇരുമ്പിൻ്റെ അംശം ഉണ്ടായിരിക്കും. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അയൺ എന്തായാലും എന്തുണ്ടായിരിക്കും? ഫെറസ് മെറ്റൽസിലുണ്ടായിരിക്കും. ദേ വിൽ കൊറോഡ് അൺലെസ് പ്രൊട്ടക്റ്റഡ്. അതായത് നമുക്കറിയാം, ഇരുമ്പിൻ്റെ സാധനങ്ങൾ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ മെറ്റീരിയൽ നമ്മൾ അതിനെ സൂക്ഷിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ കൊറോഷൻ അഥവാ തുരുമ്പ് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതാണ് രണ്ടാമത്തെ പോയിന്റ് പറയുന്നത്. ദേ വിൽ കൊറോഡ് അൺലെസ് പ്രൊട്ടക്റ്റഡ്. നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനെന്തുണ്ട്? തുരുമ്പ് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. മൂന്നാമത്തെ പോയിന്റ് എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു പോയിന്റാണ്. ദേ ആർ അട്രാക്റ്റഡ് ബൈ മാഗ്നറ്റ്സ് അല്ലേ? ഇരുമ്പിൻ്റെ വസ്തുക്കൾ അല്ലെങ്കിൽ ഇരുമ്പ് കണ്ടന്റ് അടങ്ങിയിട്ടുള്ള വസ്തുക്കളൊക്കെ എന്താണ്? മാഗ്നറ്റിന് അട്രാക്ട് ചെയ്യും അല്ലേ? കാന്തം വെച്ച് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എന്താണ്? നമ്മുടെ ഫെറസ് മെറ്റൽസിൻ്റെ പ്രോപ്പർട്ടീസാണ്. ഏതൊക്കെയാണ്? ദേ കണ്ടെയ്ൻ അയൺ ഉണ്ടായിരിക്കും. ദേ വിൽ കൊറോഡ് അൺലെസ് പ്രൊട്ടക്റ്റഡ്. പ്രൊട്ടക്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തുരുമ്പ് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ദേ ആർ അട്രാക്റ്റഡ് ബൈ മാഗ്നറ്റ് വെച്ച് കഴിഞ്ഞാൽ അത് അട്രാക്റ്റ് ആവും. അത് എന്താണ്? നമ്മുടെ ഫെറസ് മെറ്റൽസിൻ്റെ സെർട്ടൈൻ പ്രോപ്പർട്ടീസാണ്. അപ്പോൾ നമുക്ക് നോൺ ഫെറസ് മെറ്റൽസ്, അപ്പം നമ്മളിനി പഠിക്കാൻ പോകുന്ന നോൺ ഫെറസ് മെറ്റൽസിൻ്റെ പ്രോപ്പർട്ടീസുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ദേ ഡു നോട്ട് കണ്ടെയ്ൻ അയൺ. അതിൽ നോൺ ഫെറസ് മെറ്റൽസിൽ അയണിൻ്റെ കണ്ടൻറ്റ് ഉണ്ടായിരിക്കില്ല. ദേ ആർ നോട്ട് മാഗ്നറ്റിക് അല്ല, മാഗ്നറ്റിക് അട്രാക്ഷനും കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. ദേ ആർ മോസ്റ്റ്ലി പ്യുവർ മെറ്റൽസ് ആണ്. ഓക്കെ, പ്യുവർ മെറ്റൽസ് ആണ്. നോൺ ഫെറസ് മെറ്റൽസ് എന്ന് പറഞ്ഞാൽ പ്യുവർ ആണ്. ഓക്കെ, അതിൽ വേറെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും വരുന്നില്ല. മോസ്റ്റ്ലി എന്താണ്? പ്യുവർ മെറ്റൽസ് ആണ് നോൺ ഫെറസിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ടായിരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ നോൺ ഫെറസ് മെറ്റൽസിൻ്റെ കുറച്ച് ഗുണങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ കുറച്ച് അഡ്വാൻറ്റേജസ് ആണ്. റെസിസ്റ്റൻസ് ടു കൊറോഷൻ, അതായത് തുരുമ്പ് പിടിക്കാനുള്ള സാധ്യതകളും കാര്യങ്ങളൊക്കെ എന്താണ്? വളരെയധികം കുറവാണ്. അതുപോലെ നമുക്ക് സ്പെഷ്യൽ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസൊക്കെ കൂടുതലാണ്. അതായത് ഇലക്ട്രിക്കൽ ഹീറ്റും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ, അതുപോലെ ഹീറ്റും ഇലക്ട്രിസിറ്റിയും കണ്ടക്ട് ചെയ്യുന്ന കാരണം നമ്മൾ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ നിർമ്മിക്കാൻ അതുപോലെ നോൺ ഫെറസ് മെറ്റൽസ് ആണ് ഉപയോഗിക്കുക. പിന്നെ സോഫ്റ്റ്നെസ് ആൻഡ് ഫെസിലിറ്റി ഓഫ് കോൾഡ് വർക്കിംഗ്, സോഫ്റ്റ് മെറ്റീരിയൽസ് ആണ്. പിന്നെ ഫ്യൂസിബിലിറ്റി ആൻഡ് ഈസ് ഓഫ് കാസ്റ്റിംഗ്. ഫ്യൂസിബിളാണ്, അതായത് ചൂടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ഉരുകുന്ന ടൈപ്പാണ്. ഉരുക എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു മെൽറ്റിംഗ് പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ, നല്ല രീതിയിൽ ചൂടാക്കി കഴിഞ്ഞാൽ നമുക്ക് കാസ്റ്റിങ്ങിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഗുഡ് ഫോമബിലിറ്റിയാണ്. ഏത് രൂപത്തിലേക്കും നമുക്ക് ചൂടാക്കി കഴിഞ്ഞാൽ അതിനെ മാറ്റാൻ സാധിക്കും. പിന്നെ അട്രാക്റ്റീവ് കളേഴ്സിൽ, പല കളേഴ്സിലും ഇത് അവൈലബിൾ ആണ്. ഓക്കെ, അവൈലബിൾ മീൻ നമുക്ക് നാച്ചുറൽ നിന്ന് കിട്ടുന്നതാണ്.
പിന്നെ നമുക്ക് ദ പ്രിൻസിപ്പിൾ ഓഫ് നോൺ ഫെറസ് മെറ്റൽസ് യൂസ്ഡ് ഇൻ എഞ്ചിനീയറിംഗ് പർപ്പസ് എന്നുള്ളത് നോക്കാം. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട നോൺ ഫെറസ് മെറ്റൽസ് എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ ഈ ഒരു നോൺ ഫെറസ് മെറ്റൽസ് ഇനി പറയാൻ പോകുന്ന ഓരോ നോൺ ഫെറസ് മെറ്റൽസിനെ കുറിച്ചിട്ടും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അത് എവിടേക്കാണ് ഉപയോഗിക്കുക എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ആ പ്രധാനപ്പെട്ട നോൺ ഫെറസ് മെറ്റൽസ് എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഫസ്റ്റ് പറയുന്നത് കോപ്പർ, Cu എന്നാണ് നമ്മൾ കോപ്പറിനെ പറയാം. ഓക്കെ, കോപ്പർ. പിന്നെ Al അഥവാ അലുമിനിയം, കോപ്പർ, അലുമിനിയം. അതുപോലെ ലെഡ്, Lead, ലെഡ് എന്ന് പറയുന്ന മെറ്റീരിയൽ. അതുപോലെ തന്നെ ടിന്ന്, പിന്നെ സിങ്ക് ആൻഡ് നിക്കൽ തുടങ്ങിയവയൊക്കെ പ്രധാനപ്പെട്ട നമ്മുടെ നോൺ ഫെറസ് മെറ്റൽസ് ആണ്. ഓക്കെ, ഏതൊക്കെയാണ്? കോപ്പർ, അലുമിനിയം, ലെഡ്, ടിന്ന്, സിങ്ക്, നിക്കൽ. അതുകൂടാതെ തന്നെ ഇവയുടെയൊക്കെ അലോയ്സുകൾ ഉണ്ടായിരിക്കും, അലോയ്കൾ. ആ അലോയും എന്താണ്? നല്ല നോൺ ഫെറസ് മെറ്റൽസിന് എക്സാമ്പിളാണ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഏതൊക്കെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട നോൺ ഫെറസ് മെറ്റൽസ് എന്നുള്ളത് എന്തായാലും ഓർത്തിരിക്കുക. കോപ്പർ, അലുമിനിയം, ലെഡ്, സിങ്ക്, നിക്കൽ ആൻഡ് ദെയർ അലോയ്സ്. അവരുടെയൊക്കെ അലോയ്സും എന്താണ്? നോൺ ഫെറസ് മെറ്റൽസിന് എക്സാമ്പിളാണ്. പിന്നെ പറഞ്ഞു തന്നത് നോൺ ഫെറസ് മെറ്റൽസ് എന്താണ്? അതിൽ അയേണിൻ്റെ കണ്ടൻറ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കുക. ഓക്കെ, അതിൻ്റെ പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിനു മുന്നേ നോക്കിയത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ എന്താണ് ഫെറസ് മെറ്റൽസ്, അതുപോലെ എന്താണ് നോൺ ഫെറസ് മെറ്റൽസ് എന്നുള്ള കാര്യം ഒന്നുകൂടി പറഞ്ഞു. നോൺ ഫെറസ് മെറ്റൽസിൻ്റെ കുറച്ച് ചെറിയ പ്രോപ്പർട്ടീസ്, റെസിസ്റ്റൻസ്, കൊറോഷൻ, അതുപോലെ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസിനെ ഉപയോഗിക്കും. പിന്നെ ഫ്യൂസിബിലിറ്റി ആൻഡ് ഈസ് ഓഫ് കാസ്റ്റിംഗ്, അതുപോലെ ഗുഡ് ഫോമബിലിറ്റി, ലോ ഡെൻസിറ്റി, അട്രാക്റ്റീവ് കളർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ എക്സാമ്പിൾ കോപ്പർ, അലുമിനിയം, ലെഡ്, ടിന്ന്, സിങ്ക്, നിക്കൽ തുടങ്ങിയവ നോൺ ഫെറസ് മെറ്റൽസിന് എക്സാമ്പിൾ ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇനി വരുന്ന വീഡിയോയിൽ ഓരോ നോൺ ഫെറസ് മെറ്റൽസിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വരുന്നത്. താങ്ക് യു.